വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് അല്ല, അത് നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ആരുടെ ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ ഇഷ്ടമായാലോ ഇല്ലെങ്കിലോ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അത് നിങ്ങൾ കമൻസിലൂടെ ഒന്ന് അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ നമുക്കൊന്ന് കാണാം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒരു വ്യക്തി. ബാക്കിയുള്ളവരെയൊക്കെ നമുക്ക് വഴിയെ പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് അല്ലാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഡേ ഇൻ മൈ ലൈഫിലെ ഒരു പ്രധാനപ്പെട്ട ആളാണ് കച്ചൂസ്. അപ്പോൾ കച്ചൂസിന് നമ്മൾ പേരൊക്കെ ഇട്ടു കേട്ടോ. ഏതൻ ചിരാദ് എന്നാണ് കച്ചൂസിന് നമ്മൾ നൽകിയിട്ടുള്ള പേര്. അപ്പോൾ ഇനി അടുത്ത ആൾ തമ്പുട്ടിയാണ് കേട്ടോ. തമ്പുട്ടിയുടെ ഫുൾ നെയിം തമ്പുരു ദേവശ്രീ എന്നാണ്. തമ്പുട്ടി നല്ല ഉറക്കമാണ്. കുറച്ച് സമയം എടുക്കും തമ്പുട്ടി ഉണരാനായിട്ട്. തമ്പുട്ടി സുഖമായിട്ട്, തമ്പുട്ടി അമ്മമ്മയുടെ കൂടെയാട്ടോ കിടക്കുന്നത്. കുറച്ച് നാളായിട്ട് കച്ചൂസ് വന്നപ്പോൾ തമ്പുട്ടി അമ്മമ്മയുടെ കൂടെയാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ആളെയും കൂടി പരിചയപ്പെടാം. സമയം ഏകദേശം 7:30 ആയിട്ടുണ്ട്. തമ്പുട്ടി എണീക്കാൻ ഒരു ദിവസം ഓരോ സമയത്താണ് എണീക്കുന്നത്. ചിലപ്പോൾ 7:30 എണീക്കും, ചിലപ്പോൾ 6 മണിക്ക് എണീക്കും, ചിലപ്പോൾ 4 മണിക്ക് എണീക്കും. പിന്നെ പലതരത്തിലാണ് തമ്പുട്ടിയുടെ എണീക്കലും കാര്യങ്ങളൊക്കെ. കച്ചുട്ടൻ ഇവിടെ നല്ല കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആളിങ്ങനെ, ഞാനങ്ങോട്ട് പുറത്ത് പോയ സമയത്ത് ആൾ വെയിറ്റ് ചെയ്യാണ്. ഇങ്ങനെ കട്ടുമൊന്നും കിടത്തി പോവാറില്ല കേട്ടോ. കിടത്തി പോയാലുള്ളൊരവസ്ഥ എന്ന് പറഞ്ഞാൽ താഴോട്ട് ചാടാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ 5-6 തലയണ അവന് തന്നെ വേണം. അപ്പോൾ കുറച്ച് നേരം നമുക്ക് ഇവൻ്റെ കളികളും കാര്യങ്ങളൊക്കെ കാണാം. തമ്പുട്ടി ഇപ്പോഴും നല്ല ഉറക്കം തന്നെയാട്ടോ. ഇന്നലെ കളിച്ചിട്ട് വെച്ച തമ്പുൻ്റെ ആനയും കുതിരയും. ഇത് തമ്പുട്ടി ആനേനെ മാത്രമേ മെയിനായിട്ട് പറയൂ. നമുക്ക് കുറച്ച് പണികളൊക്കെ ഉള്ളത് കൊണ്ട് കച്ചൂട്ടനെ മാമൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കിടത്തി അവനവിടെ കിടന്ന് കളിച്ചോളും. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാനുണ്ട്. തമ്പുട്ടിക്കുള്ള പാല് തിളപ്പിക്കണം. തമ്പുട്ടി എണീറ്റ് കഴിഞ്ഞ് പല്ല് തേച്ച് കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന സാധനം പാലാണ്. അതിപ്പോൾ അവിടെ കുപ്പിയിലിരിക്കുന്നത് കണ്ടാൽ പോലും അവളത് വേണമെന്ന് ആവശ്യപ്പെട്ട് കരയാൻ തുടങ്ങും. അപ്പോൾ തമ്പുട്ടി എണീക്കുമ്പോഴേക്കും നമുക്ക് പാലൊക്കെ തിളപ്പിച്ച് സെറ്റാക്കി വെക്കാം. കാരണം തമ്പുട്ടിക്ക് തന്നെ വേണം ഒരു ബെഡ് കിടക്കാനായിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഉരുണ്ടുകൊണ്ടിരിക്കും ഫുൾ ടൈം. രക്ഷയില്ല, ആളെണിക്കേണ്ട വിചാരമൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ആദ്യം റൂമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കാം. ഒക്കെ അലങ്കോലമായിട്ടാണല്ലോ വെച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കി പെറുക്കി വെക്കണം. മോനെ പൊതിച്ചു കൊടുത്തതും വിരിച്ചു കൊടുത്ത കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി വയ്ക്കും. അത് കച്ചൂട്ടൻ്റെ കളിക്കുന്ന മെയിനായിട്ടാട്ടോ. എൻ്റെ ഒരു കണ്ണൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. കണ്ണിന് തിരഞ്ഞു നോക്കണം എവിടെയാണെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പെറുക്കി വെച്ചിട്ട് വേണം തമ്പുട്ടിക്ക് പാലും കാര്യങ്ങളൊക്കെ ശരിയാക്കാനായിട്ട്. പിന്നെ നമുക്ക് ഒരാളെയും കൂടി പരിചയപ്പെടാനും കേട്ടോ. ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ഡേ ഇൻ മൈ ലൈഫല്ല, നമ്മൾ ഡേ ഇൻ മൈ ലൈഫിൽ വേറെ മെയിനായിട്ടുള്ള 3 ആളുകളാണ്. അതിൽ ഒരാളും കൂടെ കാണിക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ 2 പേരെ കണ്ടു. അപ്പോൾ മോൻ്റെ കുറച്ച് കച്ചൂട്ടൻ്റെ കുറച്ച് മുഷിഞ്ഞ തുണികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് വാഷ് ചെയ്യാനായിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഷീറ്റൊക്കെ നന്നായിട്ട് വിരിച്ചു. അപ്പോൾ കച്ചൂട്ടന് ഷീറ്റിൽ നമ്മൾ തുണി കട്ടിയിൽ വിരിച്ചിട്ട് അതിൽ കിടത്താണ് ചെയ്യാറ്. അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ ബെഡിലൊക്കെ മൂത്രമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ബെഡിലൊക്കെ ആവുമല്ലോ. അതുകൊണ്ട് അതിൽ വേറെ കട്ടിൽ തുണി വിരിച്ചിട്ട് അവനെ കിടത്തുക ചെയ്യാറ്. അപ്പോൾ അത്തരത്തിലുള്ള തുണികളൊക്കെയാണ് കേട്ടോ കഴുകാനുണ്ടായിരുന്നത്. തമ്പുട്ടിയുടെ പാല് ഇതവിടെ നമ്മൾ തിളപ്പിക്കുകയാണേ.
പാല് തമ്പുട്ടിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ എൻ്റെ വീട്ടിലാണെങ്കിലും തമ്പുട്ടിയുടെ പപ്പയുടെ വീട്ടിലാണെങ്കിലും അവരാർക്കും വലിയ പാലിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ തമ്പുട്ടിക്ക് പാലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പാല് കുടിച്ചിട്ടാണ് അവൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. പാല് കുടിച്ച് കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് അവൾക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട. പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാട്ടാ. ദോശ ഉണ്ടാക്കുന്ന അമ്മയാണ്. ദോശ ആയിട്ടില്ല, ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. ദോശ ആയിട്ടൊന്നുമില്ല. അപ്പം അമ്മ തന്നെ ദോശ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. നമ്മുടെ കാര്യങ്ങൾ നടക്കട്ടെ. അപ്പോൾ നമ്മുടെ കഥയിലെ മൂന്നാമത്തെ അതിഥി ഏട്ടൻ്റെ കുട്ടിയാടാ. ചെറിയേട്ടൻ്റെ കുട്ടിയാണേ. ചെറിയേട്ടൻ്റെ കുട്ടീനെ ഇപ്പം നമ്മൾ അവൾക്ക് പേരൊന്നും ഇട്ടിട്ടില്ല. അതായത് നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റിൽ പേരിട്ടു, പക്ഷേ ചോറ് കൊടുക്കണം എന്നാണ് നമ്മൾ പേര് ഇടുന്നത്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലെല്ലാവർക്കും അറിയാം മോളുടെ പേരെന്താന്നുള്ളത്. ഇനിയിപ്പോൾ അത് മാറ്റണ്ടോയെന്ന് അറിയില്ല. ഇപ്പം നമ്മൾ അവളെന്നെ തങ്കു എന്നാട്ടാ വിളിക്കണേ. വ്യാഴാഴ്ച തങ്കുവിനും കൂടെ നമ്മൾ ചോറ് കൊടുക്കുന്നുണ്ട്. വ്യാഴാഴ്ച അല്ല, വെള്ളിയാഴ്ച തങ്കുവിനും കച്ചുനും കൂടി ഗുരുവായൂർ പോയിട്ട് ചോറ് കൊടുക്കുന്നുണ്ട്. തമ്പ് എണീറ്റു. ഓ അത്തച്ഛനോ? അത്തച്ഛൻ അമ്പലത്തിൽ പോയി. പപ്പയാ? പപ്പയുടെ വീട്ടില്. എനിക്ക് തമ്പൂട്ടൻ്റെ പല്ല് തേക്കണ്ടേ? അണ്ണിയോ? അണ്ണി പോയി. അണ്ണി താറ്റ പോയി. അത്തച്ഛൻ്റെ കൂടെ താറ്റ പോയില്ലോ. വായോ തമ്പൂട്ട എണീക്ക്. അപ്പോൾ തമ്പുട്ടിക്ക് അറിയാട്ടാ, അവളുടെ അണ്ണി എന്ന് പറയുന്നത് കച്ചുട്ടൻ അണ്ണി എന്നാണ് വിളിക്കുക. ഇടയ്ക്ക് കച്ചു ബേബി എന്നൊക്കെ വിളിക്കും. മാമൻ്റെ റൂമിലുണ്ടാവും മിക്കപ്പോഴും. തമ്പും കച്ചുട്ടൻ എണീറ്റ് കഴിഞ്ഞാൽ മാമൻ്റെ റൂമിലേക്കാണ് ആദ്യം പോവുക. കച്ചുട്ടനെ അവിടെ കൊണ്ടാക്കി കൊടുത്തിട്ടാണ് നമ്മൾ കിച്ചണിലെ വർക്കും കാര്യങ്ങളും വാഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അമ്പലത്തിൽ പോയിടോ. അപ്പോൾ തമ്പുട്ടി മാമൻ്റെ റൂമിലേക്കുള്ള പോകാനുള്ള യാത്രയിലാണ്. കച്ചുട്ടൻ അവിടെ ഉണ്ടല്ലോ, അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അണ്ണിയുണ്ട് അവിടെ. അണ്ണി അവിടെ തന്നെ ഉണ്ട്. തമ്പുട്ടിക്ക് പാല് കൊടുക്കാൻ തമ്പുട്ടി ഏകദേശം പല്ലുതേപ്പെല്ലാം കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തമ്പുട്ടിക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ന്യൂട്രി മിക്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇവർക്ക് പനം കൽക്കണ്ടാണ് മിക്കപ്പോഴും യൂസ് ചെയ്യാറായിട്ടുള്ളത്. അത്രയും ഇല്ലാത്ത അവസ്ഥയിലാണ് 1-2 തവണയൊക്കെയാണ് നമ്മൾ പഞ്ചസാര ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളൂ. തമ്പുട്ടിക്ക് സ്റ്റൂളും ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള വാശിയും കാര്യങ്ങളൊക്കെയാണ്. എന്താണ് സ്റ്റൂളും ഇരിക്കണോ? തേർത്തിയരാ. നമ്മുടെ പല്ല് തേച്ച് നോക്കട്ടെ, കാണിച്ച്. രക്ഷണ്ടേ? കച്ചുട്ടനും അമ്മമ്മയും കൂടെ ഇരിപ്പാണ്. കച്ചുട്ടൻ ഇങ്ങനെ അവൻ്റെ താഴത്തെ ചുണ്ടിങ്ങനെ ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ടാണ് ഫുൾ ടൈം. എന്നിട്ട് ആ ചുണ്ടിങ്ങനെ വർത്തിച്ചുകൊണ്ടിരിക്കും. ഇനി പല്ല് വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഒന്നും കാണാനില്ല കേട്ടാ. അപ്പോൾ നമുക്കിനി തങ്കുട്ടി എണീറ്റുണ്ടോ നോക്കാം. തങ്കുട്ടി എണീറ്റുണ്ട് കേട്ടാ. തങ്കുട്ടിയുടെ അച്ഛൻ അപ്പുറത്ത് കിടന്നിട്ട് നല്ല ഉറക്കാണ്. അച്ഛൻ അറിഞ്ഞിട്ടില്ലാണാവോ തങ്കുട്ടി എണീറ്റതൊന്നും. തങ്കുട്ടി ഫുൾ ടൈം ഉറക്കായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറൊക്കെ കുറഞ്ഞു തുടങ്ങി. ആൾക്ക് രാത്രി ഫുൾ ടൈം കളിയാണ്. പകല്
ഉറങ്ങും. മാമനും പിള്ളേരെ കൂടിയിട്ടുള്ള കളിയാണ്. അപ്പോൾ നമ്മുടെ കച്ചൂട്ടിന് ഉറക്കം വന്നിട്ട് ഞാനിവിടെ കൊണ്ടുവന്ന് കെടുത്തിയതാണ്. ഇവനെ ഉറക്കാനായിട്ട് നോക്കാം. എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കുളിയൊക്കെ നമ്മൾ നേരത്തെ കഴിഞ്ഞു. ഉറങ്ങാൻ വേണ്ടി ഉറക്കാനായിട്ട് കൊണ്ടുവന്ന രക്ഷയില്ല. കച്ചൂട്ടനെ കളിച്ചോണ്ടിരിക്കും. പാലൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ കളിക്കാനായിട്ട് കുറച്ച് 2-3 മിനിറ്റൊക്കെ 2-3 മിനിറ്റൊന്നും ഇല്ല, ഒരു 1-1.5 മിനിറ്റൊക്കെ അങ്ങനെ ഇരിക്കും. അത് കഴിയുമ്പോഴേക്കും അവിടെ തലയും കുത്തി താഴെ വീഴും. ഈ പാവ ഉണ്ട് ചിങ്ങണ്ടല്ലോ കരടി, അത് പിടിച്ചിട്ട് അവൻ ഇരുന്നിട്ട് കിരിക്കേ തമ്പുട്ടി വരച്ച കാക്കനെ കാണിച്ചു തരും കേട്ടോ. അപ്പം വരയ്ക്കണ്ട. എന്താ വരയ്ക്കുന്നേ? എവിടെ നിന്നിട്ട് കാക്ക കാണിച്ചേ? ആ ചെറുതായിട്ടുണ്ടാവും. അത് കാക്കേനെ വരച്ചിരിക്കുക. ആ നോക്കട്ടെ. ആ കണ്ടേ അമ്മ കണ്ടേ. കച്ചുട്ടൻ കളിക്കുക. കച്ചബി തങ്കു ഉറങ്ങിയാ? അതെയാ, തങ്കുട്ടി ഉറങ്ങി. മാമി റൂമിലുണ്ട്. മാമി ഉണ്ണീനെ ഉറക്കുണ്ടേ. ആ ഉണ്ണീന് വാവ് ഉറക്കുണ്ട്. ആ ചേച്ചിക്കുട്ടിയുടെ കാക്കനെ കാണിച്ചു തരുന്നു. ബേബി വിളിച്ചു നോക്കൂ. പേന അവിടെ വെക്കിട്ട കുഞ്ഞാ, പേന കണ്ടില്ലെങ്ങാനും കുത്തുവേ. അടച്ചു വെക്കേ. കാക്കനെ അമ്മ കുറച്ചായിട്ട് വരച്ചു തരണ്ടല്ലോ. അങ്ങനെ കച്ചു ബേബി ഇരുന്നിട്ട് വീണു. കാക്ക കച്ചുട്ടിന് ഉറങ്ങാണ്ടെന്ന് വെച്ചിട്ട് റൂമിലേക്ക് വന്നേ. ഉറങ്ങാനൊന്നുമില്ല, നമ്മൾ ചായ കുടിച്ചിട്ട് വരാം, എന്നിട്ട് കാണാൻ ബാക്കി കേട്ടോ. കാക്കയെ കാണിച്ചു കൊടുത്തേ. അവന് കളിക്കാൻ വേണ്ടിട്ട് കരയാ. കാക്ക കാക്ക ഒന്ന് ചായ കുടിച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ ദോശയൊക്കെ ഇവിടെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തമ്പുട്ടിക്ക് ദോശയ്ക്ക് കറിയൊന്നും വേണ്ട. ആൾക്ക് അതുപോലെ മധുരം ഇട്ട് കൊടുത്താലൊന്നും കഴിക്കണില്ല. വെറുതെ ദോശ ഇങ്ങനെ ഉള്ളിൽ കൊടുത്താൽ തമ്പുട്ടി കഴിക്കും ചില സമയത്തൊക്കെ. അപ്പോൾ നമുക്ക് തമ്പുട്ടിക്ക് ദോശ കൊടുക്കാം. നല്ല മഴക്കാറുണ്ട്. മഴ ഇപ്പം പെയ്യും. മഴ ഇപ്പം പെയ്യും. മാമനെ പോയി. ജയമാമ പപ്പയുടെ അടുത്തേക്ക് പോവാ. കുറച്ച് കഴിഞ്ഞിട്ട് പോവാ. ചോറുണ്ണുമ്പോ പപ്പയുടെ അടുത്തേക്ക് പോവേ. അയ്യോ തുപ്പല്ലേ. പൊട്ടൊക്കെ ഇട്ട് നോക്കട്ടെ. അയ്യോ. അടുത്ത വീട്ടിലെ പിള്ളേരെല്ലാം കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അനാമികയും ഗ്രീഷ്മയും. ഇവരാണ് നമ്മളെന്തെങ്കിലുമൊക്കെ പണിത്തിരക്കൊക്കെ ആയി കഴിഞ്ഞാൽ പിള്ളേരൊക്കെ നോക്കാനായിട്ട് ഇവർ ഏട്ടൻ്റെ റൂമിൽ കയറിയിട്ട് തങ്കൂനായിട്ട് കളിക്കുകയാണ്. ഇവിടെ നന്നായിട്ട് കുട്ടീനെ കളിപ്പിക്കും കേട്ടോ അനാമിക. അവർക്ക് പിള്ളേരെ നോക്കാനൊക്കെ നല്ല കഴിവാണ്. എല്ലാവരും ഉറക്കാനും ഫുഡ് കൊടുക്കാനൊക്കെ അവർക്ക് നല്ല പ്രാക്ടീസ് ഉണ്ട്. നമ്മളടുത്തുള്ള വീട്ടിലെ പിള്ളേരൊക്കെ അവൾ പോയിട്ട് എടുക്കും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇവളെന്തോ കേച്ചുമെന്താ
ചെയ്തു. നമ്മൾ ഗ്രീഷ്മനെ കിച്ചു എന്നാട്ടാ വിളിക്കുക. അവളെന്തോ ടിക്ടോക്കോ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് നേരമൊക്കെ തങ്കുട്ടിയുടെ പ്ലേ ടൈമാണ്. അപ്പോൾ അവൾ കളിക്കേണ്ടൊക്കെ തിരക്കിലാണ്. കളിക്കുന്നതിനിടയിൽ ആൾ ഉറങ്ങി പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ആള് ഇപ്പം നല്ല കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ തങ്കുവിൻ്റെ അമ്മയ്ക്ക് കണ്ണും പുരുകൊക്കെ നന്നായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. തമ്പുട്ടിക്ക് ഇന്ന് വരാട്ട പുരുകൊക്കെ എഴുതി കൊടുത്ത് അനാമയ്ക്കും കിച്ചുമേയും. തങ്കുവിൻ്റെ അച്ഛനാട്ടോ അത്. തങ്കുവിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറിയേട്ടൻ. ഇത് തന്നെ പോലെ ടിക്ടോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അച്ഛനാട്ടോ. അച്ഛൻ തമ്പൂനിയും തങ്കൂട്ടൊക്കെ അച്ഛൻ. പാപ്പ എടുക്കണ സെൽഫി എടുക്കുക. ഇങ്ങോട്ട് 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 ഇങ്ങോട്ട്. അപ്പം ഇനി കച്ചുട്ടനും തങ്കൂനും ഫുഡ് കൊടുക്കേണ്ട സമയമായി. അപ്പം നമ്മൾ കായക്കുറുക്കാട്ടോ ഇവിടെ പോയിട്ട് കുന്നങ്കായ ഉണ്ടല്ലോ, അപ്പം അത് നന്നായി വെയിലത്തൊക്കെ ഉണക്കിയിട്ട് പൊടിച്ചത് മഞ്ഞളും പിന്നെ എന്താ കാട്ടുതുളസിയും ഒക്കെ ഇട്ടിട്ട് നല്ല വെയിലത്തിട്ട് ഉണക്കി അമ്മ തന്നെ ഉണ്ടാക്കിയതാട്ടോ ഇവിടെ വീട്ടിൽ. തമ്പുട്ടിക്കും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഷോപ്പിൽ നിന്ന് അങ്ങനെ വാങ്ങിക്കാറില്ല, വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറ്. അപ്പം ഇതിലും നമ്മൾ പനങ്കൽക്കണ്ട തന്നെയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം അത് ആണ് ഈ കുന്നങ്കായുടെ പൊടിയാണ്. ഇപ്പം നമ്മൾ കച്ചുട്ടനെ ഞാൻ പറഞ്ഞല്ലോ 6 മാസമായി കഴിഞ്ഞു. 6 മാസം വരെ ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവനും തങ്കു വെയിറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് തങ്കുട്ടിക്കും കുറുക്ക് കൊടുക്കുന്നുണ്ട്. ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഒരു നേരമൊക്കെ കൊടുത്തോളാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 2 പേർക്കും ഉള്ള കുറുക്ക് തയ്യാറാക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയണ്ടാവും ഏകദേശത്തിൻ്റെ പരുവൊക്കെ എങ്ങനെയാണെന്നൊക്കെ. പിള്ളേരുള്ളവർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കുറുക്കിയിട്ട് തന്നെയാണ് കൊടുക്കാറ്. അതായത് ഇങ്ങനെ വെള്ളത്തിൻ്റെ അംശം കൂടുതലായിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ അത് അവരെ വായന്ന് ഇങ്ങോട്ട് ഒലിച്ചിങ്ങോട്ട് തന്നെ വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നന്നായിട്ട് കുറുക്കിയിട്ട് തന്നെയാണ് നല്ല രീതിയിൽ കുറുക്കിയിട്ടാണ് കൊടുക്കാറ്. പിന്നെ തങ്കുട്ടി കാലുമൊക്കെ കിടന്നിട്ട് കുടിക്കും, ഈ പൊടി കഴിക്കും. പക്ഷെ കച്ചുട്ട് ഒരു രക്ഷയില്ല. ആള് കാലുമെന്നൊക്കെ എണീറ്റിട്ട് ഇരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കും. അല്ലെങ്കിൽ കാലുമ കെടുത്തി കൊടുക്കുന്ന സമയത്ത് ആൾ ഉരുണ്ടിട്ട് ഇങ്ങോട്ട് വീഴാനൊക്കെ ആയിട്ട് നോക്കുന്ന കാണാം. ചില സമയത്തൊക്കെ ഞാനും ഏടത്തിയും കൂടെ ഒന്നിച്ച് ഇരുന്നിട്ട് ഇങ്ങനെ കൊടുക്കും. അല്ല വെച്ചെങ്കിൽ ഞാൻ അവനെടുത്തുകൊണ്ട് പോയിട്ട് നടന്നു കൊടുക്കുമ്പോൾ അവന് വലിയ പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ സ്റ്റീലിൻ്റെ പ്ലേറ്റിലൊക്കെ ഇതിട്ട് ഞാൻ ഇതിൽ മെയിനായിട്ട് ഞാനിതിൽ നെയ്യ് ചേർക്കാറുണ്ട്. ഏടത്തി അങ്ങനെ നെയ്യൊന്നും ചേർക്കാറില്ല. അവൾക്ക് ഈ ഒരു ടേസ്റ്റ് കുഴപ്പമില്ല, അവൾക്ക് ഇഷ്ടമാണ്. പക്ഷെ കച്ചുട്ടിന് നെയ്യൊന്നും പ്രശ്നമില്ല. അവൻ നെയ്യൊക്കെ ഇട്ട് കഴിഞ്ഞാലും കഴിക്കാറുണ്ട്. ഞാനിപ്പോൾ തമ്പുട്ടിക്കാണെങ്കിലും കച്ചുവിനാണെങ്കിലും ഉണ്ടാക്കുന്ന മിക്ക ഐറ്റംസിനും കുറേശ്ശെ നെയ്യ് ഇതിൽ ചേർക്കാറൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെയ്യ് സ്കിൻ ടോണിനൊക്കെ നല്ലതാട്ടോ പിള്ളേർക്കൊക്കെ കൊടുക്കുന്നത്. ഈ കുറേ ഇങ്ങനെ ഡ്രൈ ആവുന്നതൊക്കെ, ബോഡിയൊക്കെ ഡ്രൈ ആവുന്നതൊക്കെ നമുക്കൊരു പരിധി വരെ കൺട്രോൾ ചെയ്ത് നിർത്താനൊക്കെ നെയ്യ് ഉപയോഗിച്ചാലായിട്ട് സാധിക്കും. അപ്പോൾ നല്ല ചൂട്, അതൊരു എന്താ പറയുക, പിള്ളേർക്ക് കഴിക്കാൻ പറ്റുന്നൊരു ചൂടുണ്ടല്ലോ, ആ ചൂടിൽ കൊടുക്കുക കേട്ടോ കുറച്ചുകൂടി നല്ലത്. നല്ല തണുത്തതായി കൊടുക്കാൻ നിൽക്കണ്ട. കണ്ട അപ്പോൾ 2 പേര് തലങ്ങും വിലങ്ങും കിടന്നിട്ട് അവരുടെ കുറുക്ക് കഴിക്കുകയാണ്. തങ്കുട്ടി അടങ്ങി കിടക്കും, ഇവ ഇന്നടങ്ങി കിടക്കുന്നുണ്ട്. ഇപ്പോൾ പാപ്പൊക്കെ കഴിച്ചിട്ട് കച്ചുട്ട നല്ല ഉറക്കമായി കേട്ടോ. നല്ല ഉറക്കമൊന്നും ഇല്ല കേട്ടോ, ഒരു 10-15 മിനിറ്റ് അത്രേ ഉള്ളൂ ആളുടെ ഉറക്കത്തിൻ്റെ സമയം. അത് കഴിയുമ്പോഴേക്കും ചീറിക്കരയുവൻ എണീറ്റ് കഴിഞ്ഞാൽ. തങ്കുവിൻ്റെ പാടെന്താ നോക്കാം, ഉറങ്ങാണോ കളിക്കുകയാണോ? തങ്കുട്ടി നല്ല ഉറക്കാട്ടോ. കുംഭകർണിയാണിത്.
റംബൂട്ടാൻ ഫുഡ് കഴിക്കാൻ ലേറ്റായിപ്പോയി. ഉറങ്ങി എണീക്കാൻ നേരം വൈകിയതുകൊണ്ട് ഫുഡ് കഴിക്കാൻ ലേറ്റാണ്. അപ്പോൾ തമ്പുട്ടിക്കുള്ള ഫുഡ് കൊടുക്കട്ടെ. കച്ചുട്ടനും ഈ ഒരു നേരത്ത് നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ. കുറച്ച് കുറുക്കിയിട്ട് അവന് നേരത്ത് കൊടുക്കും. അപ്പോൾ അത് അമ്മ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, തമ്പൂട്ടനായിട്ട് നടക്കണം, ചോറായിട്ടും കഴിക്കാനുള്ള മറ്റെന്തായിട്ട് നടക്കണം. അപ്പോൾ നമ്മൾ അപ്പുറത്തെ വീട്ടിലൊരു കുഞ്ഞ് പട്ടിക്കുട്ടിയുണ്ട്. ആ പട്ടിക്കുട്ടിയുടെ അടുത്ത് പോയിട്ടാണ് തമ്പുട്ടിക്കുള്ള കഴിക്കാൻ കൊടുക്കാറ്. അപ്പം അമ്മ കച്ചൂട്ടനുള്ളത് കൊടുക്കണം നേരം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, തമ്പുട്ടിക്കുള്ള ചോറൊക്കെ ഇട്ട് പോയിട്ട് വരാം. ആ തമ്പുട്ട അമ്മ ചോറ് തരാൻ. അപ്പോൾ ചോറ് കഴിക്കലും അതുപോലെ കച്ചൂട്ടൻ്റെ എന്താ പറയുക, കച്ചൂട്ടൻ്റെ പാപ്പ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി കളിക്കുക കേട്ടോ. ഇവരെന്ത് കളിയാണ് കളിക്കുന്നതെന്ന് അറിയില്ല. എന്തൊക്കെയാ ഉണ്ണിയാണ് അച്ഛനാണ് അമ്മയാണെന്നൊക്കെ പറഞ്ഞിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ ഈ ഇരിക്കുന്ന 2 പേര് കച്ചൂട്ടനെ എടുത്തിട്ടുള്ളത് അനാമിക കേട്ടാ. ഇത് തമ്പുട്ടിൻ്റെ അടുത്തുള്ളത് ഗിരീഷ്മി. ഇവർ 2 പേര് 8ാം ക്ലാസ്സിലാട്ടോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ മിക്കപ്പോഴും ഇവർ തന്നെയാണ് ഇവരെ കളിപ്പിക്കാനൊക്കെ ആയിട്ട് വരാറ്. ഇപ്പോൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് കച്ചൂട്ടൻ നല്ല ഉറക്കാട്ടോ. ചില സമയത്ത് ഇതുപോലെ തൊട്ടിയിലാട്ടി കൊടുക്കും. എന്താ പറയുക, നമ്മൾ ഇവനിങ്ങനെ വാശി പിടിക്കും ചില സമയത്ത് ഉറങ്ങാനായിട്ട്. എന്ത് ചെയ്താലും ഉറങ്ങാത്തൊരവസ്ഥ. എന്നാലിട്ട് ഇവനെ ഉറങ്ങും വേണം. നമ്മൾ തോളിട്ടാലും ഉറങ്ങില്ല, എടുത്ത് നടന്നാലും ഉറങ്ങില്ല, എന്ത് ചെയ്താലും ഉറങ്ങില്ല. അപ്പോൾ ആ സമയത്തൊക്കെ എന്താ ചെയ്യുക, കച്ചുട്ടനെ ഇതുപോലെ ഇങ്ങനെ തൊട്ടിയിലിട്ട് 4 ആട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആൾ പെട്ടെന്ന് ഉറങ്ങും. ഇതേ അവസ്ഥ തന്നെയാണ് തമ്പൂട്ടിക്ക് കേട്ടോ. അവൾ വേഗം ഉറങ്ങും. പക്ഷെ തങ്കും ഉറങ്ങില്ല. പിന്നെ കച്ചുട്ടന് ഉറക്കം ഇച്ചിരി ഉറക്കേ ഉള്ളൂ. 10 മിനിറ്റ് 15 മിനിറ്റ് അത്രയൊക്കെ ഉള്ളത് കൊണ്ട് ഉറക്കമെല്ലാം വേഗം കഴിഞ്ഞിട്ട് എണീക്കും. ഇവന് ശേഷം ഉറങ്ങിയിട്ടുള്ള തമ്പുട്ടിയും തങ്കും ഒക്കെ ഇവനേക്കാൾ 1-1.5 മണിക്കൂർ കൂടുതൽ ഉറങ്ങിയിട്ടേ എണീക്കാറുള്ളൂ. അപ്പോൾ അവൻ്റെ കളി കളിച്ചുകൊണ്ടിരിക്കട്ടെ. കുറച്ച് നേരം നമുക്ക് കച്ചുട്ടൻ്റെ കളിയൊക്കെ കണ്ടിട്ടിരിക്കാം. അപ്പോൾ ഇവിടെ ഈ കോഴി കഞ്ചാവ് അടിച്ച പോലെ കിടക്കണ്ടല്ലോ, അത് ഒരു ഏട്ടൻ്റെ മോളാട്ടോ. ഏട്ടൻ്റെ മോളെന്ന് പറഞ്ഞാൽ വല്യച്ഛൻ്റെ മകൻ്റെ മകള്. അവളും വരും കേട്ടോ പിള്ളേരെ എടുക്കാനൊക്കെ ആയിട്ട്. തമ്പുൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ ഇതവിടെ പൂജാ റൂമിൻ്റെ ഉള്ളിൽ പേപ്പറിൻ്റെ ഉള്ളിൽ കൊടുത്തു വയ്ക്കുക. ആരും എടുക്കാതിരിക്കാനാണ് തോന്നുന്നു. ആരും കാണില്ല എന്നൊക്കെ പ്രതീക്ഷയിലാണ് ഇതിവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നത്. എന്തൊക്കെയുണ്ട്, ഇങ്ങനെ വലിച്ചു വാരിട്ട് കളിക്കും. കുറേ നേരമൊക്കെ ഇരിക്കും. അച്ചച്ചൻ അവിടെ അച്ചച്ചൻ്റെ പ്ലേസ് ആട്ടോ അത്. അച്ചച്ചൻ എന്താ കുഞ്ഞ് തിണ്ടുമ്പോൾ കിടന്നുറങ്ങും. വീഴൊന്നുമില്ല. നമ്മളൊക്കെ കിടന്നു കഴിഞ്ഞാൽ എപ്പോഴാണ് താഴെ വീണെന്ന് പറഞ്ഞാൽ മതി. നമുക്ക് തിരിച്ച് വീണ്ടും കച്ചുട്ടൻ്റെ അടുത്ത് പോവാം. താങ്കുട്ടി ഇപ്പോഴും നല്ല ഉറക്കം തന്നെയാണ് കേട്ടോ. പുള്ളിക്കാർ കുറേ സമയമൊക്കെ ആവും ഉറങ്ങി എണീക്കാനായിട്ട്. മുട്ട് കുത്താനുള്ള തയ്യാറെടുപ്പൊക്കെ ഉണ്ട്. ഇങ്ങനെ കുറേ നേരം ആടിക്കൊണ്ടിരിക്കും മുട്ട് കുത്തിയിട്ട്. അവിടെ നീങ്ങി പോകാൻ തുടങ്ങിയിട്ടില്ല. 6 മാസം കംപ്ലീറ്റ് ആയി എന്തായാലും. 7 മാസം കംപ്ലീറ്റ് ആകുമ്പോഴേക്കും മുട്ട് കുത്തും ആയി. തങ്കുട്ടി എണീറ്റൂലോ. തങ്കു കുഞ്ഞി തങ്കു ഉപ്പുണ്ടാ പാല് കുടിച്ചോ. കളയണ്ട പോയി കളഞ്ഞൂലേ.
തമ്പുൻ്റെ ഈവനിങ്ങിനുള്ള ഫുഡാട്ടോ. എന്നും മുട്ടയൊന്നുമില്ല, പാലുണ്ടാവും. വൈകുന്നേരം തമ്പുട്ടിക്ക് പാല് കൊടുക്കും. അപ്പോൾ അത് കുടിക്കും. കുറച്ച് നേരമൊക്കെ മുട്ട കഴിക്കും, ചെറുതൊക്കെ ആയിട്ട്. പിന്നെ അതങ്ങോട്ട് കളയാനൊക്കെ ആയിട്ട് നോക്കും. അപ്പോൾ എന്ത് ചെയ്യും, ആടേനും കൂടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതങ്ങോട്ട് കഴിക്കും. ഒക്കെ കഴിഞ്ഞാൽ മേല് കഴുകാനുള്ള സമയമായി. അപ്പം മേല് കഴുകലൊക്കെ കഴിഞ്ഞു രണ്ടുപേരുടെയും. അമ്മയ്ക്കും പിന്നെ അമ്മയുടെ സീരിയലിൻ്റെ ഒക്കെ സമയമായി തുടങ്ങിയിട്ടാ. ഇതാ തങ്കുട്ടിക്ക് ഏകദേശം ഈ ഒരു സമയത്തിട്ട് ഉറങ്ങണ സമയമുണ്ട്. അപ്പോൾ തങ്കുനെ ഉറക്കാനായിട്ട് കൊണ്ടുപോയി. എന്നിട്ട് തങ്കു ഒരു 9 മണി 10 മണിയാകുമ്പോൾ എണീക്കും. പിന്നെ 2 മണി 3 മണിയാവും. അപ്പോൾ ഇവിടെയൊക്കെ 9:30 10 മണിയൊക്കെ ആകുമ്പോഴേക്കും തമ്പുട്ടീനൊക്കെ ഉറങ്ങും. ഇന്ന് തമ്പുട്ടി കുറച്ച് നേരത്തെ ഉറങ്ങി. ഇന്നൊന്നല്ല, ഒരേ സ്റ്റൈലിലാണ് ആളുടെ ഉറക്കം. ചിലപ്പോൾ ഇങ്ങനെ എടുത്തുകൊണ്ട് നടന്നിട്ട് ഉറങ്ങും, ചിലപ്പോൾ നമ്മുടെ മടിയിൽ കിടന്നുറങ്ങും, ചിലപ്പോൾ ഊഞ്ഞാലിലാട്ടി കഴിഞ്ഞാൽ ഉറങ്ങുക. അപ്പം ഇന്ന് തോളിലെടുത്തിട്ടപ്പോൾ ഉറങ്ങി. പപ്പ വന്നു കഴിഞ്ഞാൽ പപ്പയുടെ കൂടെ ഉറങ്ങും. അപ്പം തമ്പുട്ടി നല്ല സുഖമായിട്ട് അങ്ങോട്ട് ഉറങ്ങി. ഇനിയിപ്പോൾ നേരത്തെ ഉറങ്ങിയോണ്ട് ചിലപ്പോൾ വേഗം എണീക്കാനും മതി കേട്ടോ. നമുക്ക് കച്ചൂട്ടനെ എന്താ അവസ്ഥ എന്ന് നോക്കാം. ആള് കളിയൊക്കെ തന്നെ കളിച്ച് അങ്ങനെ അങ്ങോട്ട് ഉറങ്ങും. നമുക്കിനി കച്ചൂട്ടനെ ഉറക്കാമല്ലേ. കച്ചുട്ടനും അങ്ങനെ സുഖമായിട്ട് ഉറങ്ങി. പിന്നെ തങ്കുട്ടീനെ നമുക്ക് എടുക്കാൻ പറ്റിയ, തങ്കുട്ടി ഇപ്പം നല്ല ഉറക്കമാണ്. അപ്പോൾ നമ്മുടെ തമ്പുട്ടൻ്റെയും തങ്കുൻ്റെയും കച്ചുൻ്റെയും ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ടാറ്റാ.